17 മോഡല് 9.5 ലക്ഷം രൂപക്ക് ക്രിസ്റ്റ. അപ്പൊ 4 ലക്ഷം രൂപ വരെ ക്യാഷ് ബാക്കിൽ ഇറക്കാം. ഓട്ടോമാറ്റിക് വാഹനമാണ്, റീപ്ലേസ് ഇല്ല എന്നുള്ള കാര്യം എഗ്രിമെന്റ് ചെയ്ത് കൊടുക്കാം. കാറുകളുടെ ഒരു തൃശ്ശൂർ പൂരാണ്. വലിയൊരുനാളിന് വണ്ടി ഇല്ല എന്നുള്ള സങ്കടം വേണ്ട. ഇവിടെ നമുക്ക് അത്രയും വാഹനങ്ങൾ പല റേഞ്ചിൽ പല ഐറ്റംസുകൾ ഫുൾ ഓണില്. അത് 2017 ക്രിസ്റ്റ ഒക്കെ നിങ്ങൾക്ക് 9.5 ലക്ഷം രൂപക്ക്. അപ്പൊ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു റീപ്ലേസ് ഉണ്ടെങ്കിൽ പറയുന്ന പൈസ റീപ്ലേസ് തരും. ഈ വാഹനത്തിലൊക്കെ നമ്പർ നോക്കിയാൽ ഫുൾ ഹിസ്റ്ററി, ഒരു റീപ്ലേസ് ഇല്ലാത്ത വാഹനം, അതും 17 മോഡല് 9.5 ലക്ഷം രൂപക്ക് ക്രിസ്റ്റ. അപ്പൊ പൊട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പൊ വലിയൊരുനാളിന് വണ്ടി നോക്കുന്നവര് വേറെ എവിടെയും പോകണം, നേരം ഇങ്ങോട്ട് വന്നാൽ മതി. അത്രയും കളക്ഷൻ ഉണ്ട്. അത്രയും കളക്ഷൻ എന്ന് പറഞ്ഞാൽ 20 ക്രിസ്റ്റന്റെ മുകളിൽ കളക്ഷൻ ഉണ്ട്. ഇന്നോവകൾ ഒരു 10-20 നമ്മൾ പുതിയ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ടച്ചപ്പും പോളിഷും കാര്യങ്ങളൊക്കെ പഴയ ഇന്നോവകൾ വരുമ്പോൾ സാധനം ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പൊ അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഈ 14 ദിവസം പോയിട്ട് 32 വാഹനങ്ങൾ ടോട്ടലി പർച്ചേസ്. ടോട്ടൽ ഏകദേശം 100 പുറത്ത് നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. അതെ, ഒക്കെ ടയോട്ടന്റെ, ടയോട്ട ഫോർച്യൂണർ, ഇന്നോവ ക്രിസ്റ്റ, ഇന്നോവ പഴയ ഇന്നോവ, എല്ലാ ടൈപ്പ് ഇന്നോവ 2006, 7, 8, 9, 10 മുതൽ വണ്ടികൾ പുതിയ. സാധാരണക്കാരന് മുതൽ ഏത് റേഞ്ചിൽ നോക്കുന്നവർക്കുള്ള ഇന്നോവകളും ക്രിസ്റ്റകളും നമുക്കുണ്ട്. പിന്നെ എന്ത് കരുതിയിട്ട് നിങ്ങൾക്ക് അത് മാത്രമാണെന്നുള്ള ചിന്ത വേണ്ട. സെഡാനുകൾ നല്ലൊരു ഏരിയ ഉണ്ട്, അതേപോലെ തന്നെ SUV-കളുടെ നല്ലൊരു ഏരിയ നമുക്കുണ്ട്, 7 സീറ്ററുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഈ ക്രിസ്റ്റ ഒരു ടയോട്ട കളക്ഷൻസ് ഒരു ബ്ലാക്ക് കളറിൽ ഫസ്റ്റ് തുടങ്ങാം നമുക്ക്. അപ്പൊ അതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നുണ്ടോൽക്ക് എങ്ങനെ കണ്ട് എത്തുക എന്നുള്ള ഒരു പരിപാടിയാണ്. അതെ, നമ്മളെ ലൊക്കേഷൻ വന്നുള്ളത് മലപ്പുറം വണ്ടൂരാണ്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിന്റെയും പെരിന്തൽമണ്ണയുടെയും സെൻട്രലാണ്. ഏത് ആളുകൾക്കാണെങ്കിലും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഗൂഗിളിൽ അടിച്ചാൽ ലൊക്കേഷൻ കറക്റ്റ് ഇടും. പുളിയക്കോട് പെരിന്തൽമണ്ണ റോട്ടിലാണ്. വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ ഊട്ടി റോഡാണിത്. ഈ റോട്ടില് ഹൈവേന്റെ തൊട്ട് ചാരി തന്നെ നമ്മുടെ ഷോപ്പുള്ളത്. ഇനി ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ വണ്ടൂർ എത്തുന്നതിന്റെ, പെരിന്തൽമണ്ണ റോഡ് എത്തുന്നതിന്റെ 2 കിലോമീറ്റർ മുന്നെയാണ് വണ്ടൂർ എത്തുന്നതിന്റെ. ട്രെയിനിന് വരുന്നവരാണെങ്കിൽ തിരുവനന്തപുരത്ത് രാജാറാണി കയറുക, വാണിയമ്പലത്ത് ഇറങ്ങാം. തിരുവനന്തപുരം കന്യാകുമാരിന്ന് ഇങ്ങോട്ട് എത്താൻ ആകെ 200 രൂപന്റെ ചെലവ്. അത്രേ ഉള്ളൂ. അപ്പൊ സുഖസുന്ദരമായിട്ട് എത്തിച്ചേരാം. അത് രാത്രി കിടന്നുറങ്ങി കഴിഞ്ഞാൽ രാവിലെ 5:30 മണിയാകുമ്പോൾ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ചായ കുടിച്ച് ഇവിടെ നമ്മളിവിടെ തുറക്കും ചെയ്യും. ഏരിയ നമ്മൾ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്പറൊക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ ബ്ലാക്ക് ക്രിസ്റ്റ നോക്കുക എന്ന് പറഞ്ഞാല് ഭയങ്കര റയറാണ് കിട്ടാൻ പീസ്. ഓട്ടോമാറ്റിക് ഇതിന്റെ ഫുൾ ഹിസ്റ്ററി നമ്മളെ കയ്യിൽ PDF സഹിതമുണ്ട്. 2021 ഡിസംബർ വാഹനം. ഏത് ഷോപ്പിലാണെങ്കിലും 20 ലക്ഷത്തിന്റെ മുകളിലാണ് വില. 16,90 പൊട്ടിച്ച് കൊടുക്കണം. 16,90,000 രൂപക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും. 20 ലക്ഷം രൂപ ലോൺ ചെയ്യാം. അപ്പൊ 4 ലക്ഷം രൂപ വരെ ക്യാഷ് ബാക്കിൽ ഇറക്കാം. അത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ 4 ലക്ഷം രൂപ കുറച്ചതുകൊണ്ട് ആ 4 ലക്ഷം രൂപ നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാം. ഫുൾ സർവീസ്. ഒരു മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഇല്ല എന്നുള്ള ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. കമ്പനി ഇവിടെ ഷോറൂം ഉണ്ട്. ഷോറൂമിൽ പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ബ്ലാക്ക് ബ്യൂട്ടിയിൽ G+ വേരിയന്റ്, അതും കമ്പനി HD ലെതർ സീറ്റ് കവർ. അതും നിങ്ങളൊക്കെ വണ്ടി പുതിയ വാഹനം എടുക്കുന്ന അതേ ക്വാളിറ്റിയിലാണ് ഈ വണ്ടിയുടെ ഏത് ഭാഗവും. അണ്ടർബോഡി അതും 1,80,000 കിലോമീറ്റർ BS6 എഞ്ചിന് ആഡ്ബ്ലൂ വരുന്ന 2.4 ഓട്ടോമാറ്റിക്. മൈലേജ് കൂടിയ ടൈപ്പിൽ വരുന്ന ഓട്ടോമാറ്റിക് ആണ്. നല്ല മൈലേജും ഉണ്ടാവും, കംഫർട്ടും ഉണ്ടാവും. അതെ, ക്വാളിറ്റി ഗ്യാരണ്ടി നമുക്ക് 100% അഷ്യൂർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇവിടെ നിന്ന് 23 കിലോമീറ്റർ അപ്പുറത്ത് ടൊയോട്ടന്റെ ഷോറൂം ഉണ്ടാവും. എല്ലാം വിലയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി, അവർ ഇൻസ്പെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഓക്കെ ആയിട്ടില്ലെങ്കിൽ കമ്പനിയിൽ കൊണ്ടുപോയി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ചെക്ക് ചെയ്തിട്ട് 100% ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ കേട്ടു, പ്രൈസ് നമ്മൾ പറഞ്ഞു, അത് 4 ലക്ഷം രൂപ. 16,90 നിങ്ങളെ പേരിലോട്ട് NOC എടുത്തു കഴിഞ്ഞാൽ തന്നെ 20 ലക്ഷം രൂപ ലോൺ പാസ്സാവും. 20 ലക്ഷം രൂപ ലോൺ പാസ്സായി നമ്പർ ആക്കുമ്പോഴാണ് ഈ ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടോ. 16,90 ഈ വാഹനം തരാൻ പറ്റും. അടുത്ത നമ്മൾ ഫസ്റ്റ് പറഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ വണ്ടി 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റില്, അതും നമുക്ക് ഡിപ്പെൻസ് 1.5 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 1.5 ലക്ഷം കിലോമീറ്റർ പഞ്ചാബ് രജിസ്ട്രേഷൻ ആണ്. ഈ പഞ്ചാബ് വാഹനത്തിന് മാത്രം നമ്മളൊരു എക്സ്ക്ലൂസീവ് നോക്കിയിട്ടുണ്ട്. 3 മാസം ഡിലേ ഉണ്ട് ഈ വാഹനത്തിന്റെ NOCക്ക്. പഞ്ചാബ് രജിസ്ട്രേഷൻ മാത്രം NOCക്ക്. ബാക്കിയുള്ള ഹരിയാന 1 മാസം, UP ആണെങ്കിൽ 15 ദിവസം, 1 മാസത്തിന്റെ ഉള്ളിൽ. ഡൽഹി ആണെങ്കിൽ വിത്തിൻ 2 ആഴ്ചക്കുള്ളിൽ ആ വാഹനത്തിന് ഡൽഹി രജിസ്ട്രേഷൻ NOC കിട്ടും.
MH ആണെങ്കിൽ നിങ്ങൾക്ക് 1 മാസം പിടിക്കും. എല്ലാ വാഹനത്തിനും ഈ വാഹനത്തിന് നിങ്ങളൊരു പ്രത്യേകത ഉണ്ട്, 3 മാസം NOCക്ക് വെയിറ്റ് ചെയ്യണം. ബോർഡർ പ്ലേസ് ആയതുകൊണ്ടാണ്. അതല്ല അവിടെ കാർഡ് കുറവാണ്. അതായത് നമ്മളിവിടെ കാർഡ് ഇല്ലാത്തൊരു വിഷയം ഉണ്ടായിരുന്നു, അതിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാർഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ അൾട്രേഷൻ ചെയ്ത് കാർഡ് അടിക്കാത്തത് കൊണ്ടാണ് നമുക്ക് NOCക്ക് വൈകുന്നത്. ഗ്യാരണ്ടി ആയിട്ട് NOC നമ്മൾ എടുത്തരും. 3 മാസം സമയം പിടിക്കുകയാണെങ്കിലും NOC നമ്മൾ ഇഷ്യൂ എല്ലാം ചെയ്തു തരും. 2017 മോഡല് 17 മോഡൽ എന്ന് പറഞ്ഞാൽ ഗ്ലാസോ ഡോറോ ഒരു സാധനം റീപ്ലേസ് ഇല്ല. 9.5 ലക്ഷം രൂപക്ക് കൊടുക്കുന്നത് നമ്മൾ ഓഫർ റേറ്റ് ഇട്ടേക്കുന്നത് വേറെ ക്ലെയിമും ആക്സിഡൻറ്റും റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. 2017 മോഡൽ G4 നല്ല അടിപൊളി ലെതർ സീറ്റ് കവർ, ടയർ കണ്ടീഷൻ ഒരു 90% ടയർ ഉണ്ട്. ഓഫർ റേറ്റ് 9.5 ലക്ഷം രൂപക്ക് നിങ്ങളെ പേരിലോട്ട് NOC അടിച്ചു തരും. പൊട്ടിച്ചാണ് കൊടുക്കുകയാണ്. അത് മോഡൽ കൂടിയ വണ്ടി, മോഡൽ കൂടി 17 ആണ് മോഡൽ, G4 ആണ്. മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല. എന്തെങ്കിലും റീപ്ലേസ് ഈ വണ്ടിയിൽ കാണിച്ചു തരികയാണെങ്കിൽ ഈ പറഞ്ഞ പൈസ ഞങ്ങൾക്ക് റിട്ടേൺ തരും. അത്രയും ഗ്യാരണ്ടി ആണ് അല്ലേ. അടുത്ത നമ്മൾ ടൈപ്പ് 3 വന്നിട്ടുള്ള അത് കിടിലൻ ഐറ്റാണ്, HR ആണ് രജിസ്ട്രേഷൻ. അവിടെ നല്ല ഫാൻസി നമ്പറിലൊക്കെ ഓടിയ വണ്ടിയാണ് അല്ലേ. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2016 ലാസ്റ്റ് വാഹനം Z ഓട്ടോമാറ്റിക്. Z ഓട്ടോമാറ്റിക് ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ്. Z ഓട്ടോമാറ്റിക്കിൽ ലോ കിലോമീറ്റർ 1.30 ഓടിയിട്ടുള്ളൂ. അതും ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അത്ര നമുക്ക് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന വണ്ടിയാണ്. 2016 Z ഓട്ടോമാറ്റിക് നമുക്ക് റേറ്റ് വന്നിട്ടുള്ളത് 13.5 ലക്ഷം രൂപ. 13.5 ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് 16,50,000 വരെ ലോൺ ചെയ്യാം. ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ 16 ലക്ഷം, അതായത് അങ്ങോട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് ടാക്സ് അടക്കാനുള്ള എമൗണ്ടും നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. ഇതൊക്കെ നെറ്റ് NOCയിൽ പറയുന്ന റേറ്റ് ആണ്. 13.5 ലക്ഷം രൂപയിൽ 1.30 ഓടി സിംഗിൾ ഓണർ 2016 ZX 2.8 ഡീസൽ ഓട്ടോമാറ്റിക് ഇന്നോവ ക്രിസ്റ്റ ഏറ്റവും ടോപ്പ് എൻഡ്, അതും ടൈപ്പ് 3 കൺവേർഷന്. അതും നമുക്ക് ബ്ലാക്ക് പോലെ തന്നെ പേൾ വൈറ്റ് എന്ന ആളുകൾ അന്വേഷിച്ചെടുക്കുന്ന കളറാണ്. പേൾ വൈറ്റ് കളർ അന്വേഷിച്ചെടുക്കുന്ന കളറാണ്. അത്രയും ക്വാളിറ്റി ഉണ്ട് വണ്ടി. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് കമ്പനി കൊണ്ട് ചെക്ക് ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി. നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറങ്ങാം. ഇനി ഇതാണ് നമുക്കൊരു ടൈപ്പ് 2 ഒരു KL70 കൊണ്ട് നമ്പറൊക്കെ ആയിട്ടുള്ള ഒരു പേൾ വൈറ്റ് തന്നെയാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 2018 ലാസ്റ്റ് മോഡൽ, 18 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ്. അവിടെ സിംഗിൾ ആയിരുന്നു, ഇവിടെ സെക്കൻഡ് ഓണർഷിപ്പ്. KL71 ഈ വാഹനത്തിന്റെ പ്രത്യേകത നമ്പർ ആക്കി കഴിഞ്ഞതാണ്. പെട്ടെന്ന് ഇന്ന് വന്നാൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടാകും. 24 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഡെലിവറി ഉണ്ടാകും, ലോൺ അപ്രൂവ് ആക്കാം. നിങ്ങളുടെ പ്രൂഫുകൾ, നിങ്ങളെ സിബിൽ സ്കോർ, ബാങ്കിങ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് ലോണിൽ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കാൻ പറ്റും. 1,30,000 കിലോമീറ്റർ വിത്ത് ഹിസ്റ്ററി, ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്, നിങ്ങളെല്ലാം ചെക്ക് ചെയ്തോളി. ഉള്ളിക്ക് പരിക്കോ അപ്രോണോ അതൊന്നും റീപ്ലേസ് ഇല്ല. 2018 മോഡല് G+ വേരിയന്റ് വരുന്ന ഈ ഒരു വാഹനം 13,90,000 രൂപക്ക് വണ്ടി കൊടുക്കുക. 14.5 ലക്ഷം ലോൺ ചെയ്തു. അപ്പോൾ നമുക്ക് ക്യാഷ് ബാക്കിൽ വീണ്ടും ക്രിസ്റ്റയാണ്. അത് നമുക്ക് നമ്പറൊക്കെ ആയിട്ടുള്ള വണ്ടി പേൾ വൈറ്റ് ആണ് അല്ലേ. അടുത്ത അതിന്റെ ഒരു സിൽവർ ഫിനിഷ് നോക്കുന്നവർക്ക് ഇതാണോ ഒരു അടിപൊളി ഐറ്റ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2021 തന്നെ. 2021 വാഹനം നമുക്ക് 2021 സിംഗിൾ ഓണർഷിപ്പ്, A to Z കമ്പനി സർവീസ്, ഒരു റീപ്ലേസും ഇല്ല. 26 വരെ ഷോറൂം സർവീസ്, അങ്ങനത്തെ വാഹനമാണ്. ഗ്ലാസ് നമുക്ക് മാസങ്ങൾ ഇപ്പൊ ഈ ഒരു 26 കടന്നതിന് ശേഷം വരെ സർവീസ് ഉണ്ട്. ഡയമണ്ട് കട്ട് വീല്, മിച്ചിലിന്റെ 4 പുത്തൻ ടയർ വന്ന കണ്ടീഷനിലാണ്. മറ്റേ 2-3 ഇതിന്റെ ഉൾഭാഗത്തിൽ കസ്റ്റമർ ഒരു 2.5 ലക്ഷം രൂപന്റെ മുകളിൽ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. ഉൾഭാഗത്ത് ഡോർ പാഡ് ആണെങ്കിലും സീറ്റ് ആണെങ്കിലും എല്ലാം അഡീഷണൽ ആയിട്ട് ഒരുപാട് ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഫുൾ സർവീസിന്റെ PDF കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന വാഹനമാണ്. 2021 8ാം മാസം വരുന്ന വാഹനം നമുക്ക് 16.25 ലക്ഷം രൂപ. 16.25 ലക്ഷം രൂപയിൽ 20 ലക്ഷം വരെ ലോൺ ചെയ്തെടുക്കാം. എല്ലാം ക്യാഷ് ബാക്ക് ആണ്. ഓട്ടോമാറ്റിക് ആട്ടത്, ഓട്ടോമാറ്റിക് 2.4 ആർഡിബിൾ വരുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ്. റീപ്ലേസ് ഇല്ല എന്നുള്ള കാര്യം എഗ്രിമെന്റ് ചെയ്ത് കൊടുക്കാം. 100% ഗ്യാരണ്ടി ആണ് തരാൻ. അതെ, അത്രയും നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാം. അതും നിലവിൽ സിംഗിൾ ഓൺഷിപ്പ് ഉള്ള ഒരു വാഹനം. 2.5 ലക്ഷം രൂപന്റെ ഫിറ്റിംഗ്സും ഉണ്ട്. ഡയമണ്ട് കട്ട് വീൽ, 2.4 ഓട്ടോമാറ്റിക് ആണ്. 2.4 ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് നമ്മൾ സാധാരണ 2.8നേക്കാളും 2-3 കിലോമീറ്റർ കൂടുതലുണ്ടാവും. അതേപോലെ തന്നെ നമ്മള് വൈറ്റ് ബ്ലാക്ക് പോലെ ചില ആളുകൾ അന്വേഷിച്ചെടുക്കുന്ന ഒരു റെയർ പീസ് ആയിട്ടാണ് ഈ ഒരു കളർ. ഗോൾഡില് കുറച്ച് ആളുകൾ, അതേപോലെ നമുക്ക് കൂടുതൽ പ്രീമിയം ലെവൽ ആളുകളൊക്കെ അന്വേഷിച്ചെടുക്കുന്ന ഒരു കളറാണ്. 2016 Z ഓട്ടോമാറ്റിക് നമ്പർ ആയി കഴിഞ്ഞിട്ടുള്ള വാഹനമാണ്. ഇതാണ് ഇപ്പൊ മിനിഞ്ഞാന്ന് നമ്പറായ നമ്പറാണ് ഇത്. 669997 2016 ആണ്.
ഇപ്പോൾ നിലവിൽ നമ്പർ ആയിട്ടുണ്ട്. ഓക്കെ 1,80,000 കിലോമീറ്റർ ആണ്. A to Z സർവീസ് ഉണ്ട്. ഓക്കെ ഈ ഒരു വാഹനം നമുക്ക് 1,60 ഒരു സർവീസ് ഉള്ളൂ. 1,60 ഒരു സർവീസ് 1,80 ആണ് ഇപ്പൊ നിലവിൽ ഓടിയിട്ടുള്ളത്. 2016 2.8 ഓട്ടോമാറ്റിക് Z 1490 കൊടുക്കുക. 1590 ആണ് ചോദിച്ചിട്ടുള്ളത്. 1490 1,00,000 രൂപ ഡിസ്കൗണ്ടിൽ 1490 നമ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നിലവിൽ വാലിഡ് ആണ്. സിബിൽ സ്കോർ, ബാങ്കിങ്, ഇൻകം പ്രൂഫ് ഉള്ള കസ്റ്റമർ ആണെങ്കിൽ ഫുള്ള് ലോൺ വണ്ടി. അപ്പൊ 0 ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് നമുക്ക് നിലവിൽ ചോദിച്ചതിനേക്കാൾ 1,00,000 രൂപ കുറച്ചിട്ട് നമ്പർ ആയിട്ടുള്ള പ്രൈസ്. അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ഉള്ള പിന്നെ SUV-കളൊക്കെ നമ്മൾ അടുത്തൊരു പാർട്ടിൽ വരും. ക്രിസ്റ്റകൾ തന്നെ നമുക്ക് അത്യാവശ്യം കാണിക്കാണ്ട്. വീണ്ടും അടുത്തതാണ് വീണ്ടും ഒരു സെയിം കളർ ഇല്ല. അതേപോലെ നമുക്ക് ടൈപ്പ് 3 കൺവേർഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2020 ഇത് കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ കൊടുത്ത് നിർത്തിയതാണ്. 2020 മോഡലാണ്. ആർട്ട് ബ്ലൂ വരുന്ന വാഹനം തന്നെ ഇത്. 20 ആർട്ട് ബ്ലൂ കാര്യങ്ങളൊക്കെ വരുന്ന ഒറിജിനൽ കേരള വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നിലവിൽ 18,50,000 രൂപ. 18,50 ഒറിജിനൽ കേരള വാഹനമാണ്. അതും 2.4 മാനുവൽ 2020 8 സീറ്റ് വരുന്ന വാഹനം. ഓക്കെ. അപ്പൊ നമുക്ക് പിന്നെ വലിയ ഫാമിലിക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും വേണമെങ്കിൽ ടാക്സിയിലേക്ക് കൺവേർട്ട് ഒക്കെ ചെയ്ത് യൂസ് ചെയ്യാം. ഇത്രയും വലിയ പ്രീമിയം വണ്ടി പറഞ്ഞാല് പ്രൈവറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതും ഫാമിലി നമ്പർ, നമ്മളെ ഫാൻസി നമ്പർ ഒക്കെ ഉള്ള വണ്ടിയില്ല. ടാക്സി ആക്കിയുള്ള മെച്ചം അത് ചെറിയൊരു ലോക്കൽ ട്രിപ്പിന് തന്നെ 5,000-5,500 ഒക്കെയാണ് വാടക. ഒറ്റ ദിവസം ഒരൊറ്റ ട്രിപ്പ് കിട്ടി കഴിഞ്ഞാൽ പെരി പോയി കടന്നുറങ്ങാൻ പറ്റും. അത്രേ അതാണ് ഈ ക്വാളിറ്റിയിലുള്ള വാഹനം. ഈ കംപ്ലൈന്റും ഇല്ല, അത്യാവശ്യം നല്ല മൈലേജും ഉണ്ട്. എന്റെ ഒരു കാഴ്ചയിൽ ഞാൻ 7 ലക്ഷം വരെ കിലോമീറ്റർ ഓടിയ ക്രിസ്റ്റ നേരിട്ട് ഞാൻ പഞ്ചാബിൽ നിന്ന് ഡൽഹിയിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതൊരു നമ്മളെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വാഹനം എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള കണ്ടീഷൻ മാത്രം. സർവീസ് ചെയ്ത് പോയ ഒരു പ്രശ്നം. 79,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ലോൺ ഉണ്ട് കേട്ടോ നിലവിൽ. അപ്പോൾ കസ്റ്റമർ ലോണ് അടവ് ക്ലോസ് ചെയ്തിട്ട് കൊടുക്കും, നിർത്തി കൊടുക്കൂല. അപ്പോൾ അതിനാരും വിളിക്കേണ്ട. ഒരുപാട് ആളുകൾ അതിനെ വിളിക്കും, ലോൺ നിർത്തി തരുമോ നിർത്തി തരുമോ. അത് നിർത്തി തന്നാൽ വിഷയം എന്താ വെച്ചാൽ നമ്മളാണ് അതിൻ്റെ ഇടയിൽ പെട്ടുപോകുക. ചിലപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ചിലപ്പോൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷെ ഒരിക്കലും നമ്മളെ മീഡിയേറ്റർമാരായിട്ട് നിന്നാല് ഒരടവ് തെറ്റി അതിന്റെ രണ്ട് കൂട്ടർ നമ്മൾ വിളിച്ചോണ്ട് അടുത്താണ് നമുക്ക് വീണ്ടും നമുക്കൊരു അടിപൊളി വാഹനം തന്നെയാണ്. ഇത് കേരള വണ്ടിയാണോ? നമ്പർ ആയിട്ടില്ല. NOC നിലമ്പൂരിലോട്ട് വന്നിങ്ങനെ ചിലപ്പോ ഒരു 1-2 ദിവസം കൊണ്ടൊക്കെ നമ്പർ ആക്കിയിടും. MH രജിസ്ട്രേഷൻ ആണ്. 19 ലാസ്റ്റ് മോഡൽ. 2019 ലാസ്റ്റ് മോഡൽ G+ എന്നുള്ള വേരിയന്റിൽ വരുന്ന ഇന്നോവ ക്രിസ്റ്റ സിൽവർ കളർ. അതുകൊണ്ട് നമുക്ക് പിന്നെ കമ്പനി ഇൻബിൽറ്റ് സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങൾ അതേപോലെ ടോപ്പിന്റെ പിന്നെ അലോയ്സ് എല്ലാം വരും. അത് 2019 ലാസ്റ്റ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 1,90,000 കിലോമീറ്റർ വിത്ത് ഹിസ്റ്ററി PDF നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും. ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല കേട്ടോ. സിൽവർ വാഹനമാണ്. അതും ഇതും പോളിഷ് ചെയ്ത ഈ ഒരു ഫിനിഷിംഗ് ഏത് കാലത്തും കിട്ടും എന്നുള്ളതാണ്. ടയർ കണ്ടീഷൻ ഒരു 60% മുകളിൽ ഉണ്ട്. റീപ്ലേസ് ഇല്ല എന്ന കാര്യം നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാൻ പറ്റുന്ന കണ്ടീഷനിലുള്ള വാഹനമാണ്. നിലവിൽ സിംഗിൾ ഓൺഷിപ്പ് 19 ലാസ്റ്റ് മോഡൽ. ഈ വാഹനം നിങ്ങൾക്ക് 11,90 ആണ് റേറ്റ്. നമ്പർ ആക്കി കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ നമ്പർ ആക്കാൻ വരുന്നുണ്ട്. അത് നമ്മൾ കൂടും. മിൽക്കി വൈറ്റ് ആണ്. 2018 മോഡല്. 18 മോഡൽ. ഈ വാഹനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മെറ്റൽ ബോഡിയിൽ ഡിക്കിം അല്ലാതെ പെയിന്റ് കയറിയിട്ടേ ഇല്ല. അത്രയും അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ടച്ചപ്പ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് വണ്ടികൾ വൈറ്റ് വന്നപ്പോൾ നമ്മൾ ചില വണ്ടികൾ ആളുകൾക്ക് ബ്ലാക്കിലോട്ട് മാറ്റാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ വണ്ടി 100% ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. സെക്കൻഡ് ഓണർ അല്ല, ഫസ്റ്റ് ഓണർ തന്നെയാണ്. 2018 മോഡല് ഫസ്റ്റ് ഓണർ സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ്. വേറെ മേജർ ആയിട്ടുള്ള ഒരു സാധനവും റീപ്ലേസ് ഇല്ല. അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റും. ഗ്ലാസോ ഡോറോ ബോണ്ടോ ഡിക്കിയോ ഒന്നും ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. 18 മോഡൽ ഇന്നോവ ക്രിസ്റ്റ 1090 റീപെയിന്റ് പോലും കയറാത്ത വണ്ടി. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ പറയുന്ന കാര്യത്തിലല്ലാതെ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് അതിനുള്ള കോമ്പൻസേഷൻ തരും. അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. അതായത് ഈ ബോൾട്ടുമ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ മുമ്പിൽ നിന്ന് കാണിച്ചു തരും. അപ്പൊ അത്രയും സെറ്റിംഗ്സ് കാര്യങ്ങൾ ചെയ്യാം. എല്ലാ സെറ്റിംഗ്സ് നമ്മളെ കയ്യിൽ. വണ്ടി എടുക്കുമ്പോൾ ഓരോ വാഹനവും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അതിന്റെ ഒക്കെ നിങ്ങൾക്ക് റിപ്പോർട്ട് നമുക്ക് തരാനും പറ്റും. ഇനി ക്രിസ്റ്റ ഇറങ്ങിയെന്ന് മുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിച്ചൊരു കളറാണ് മുന്തിരി കളർ. ഇപ്പൊ നോക്കട്ടെ, ഇവിടെ ഇല്ലാത്തൊരു കളർ ഇപ്പൊ ഷോറൂമിൽ ഇറക്കിയിട്ടില്ല. എല്ലാ കളേഴ്സും ഉണ്ട്. 16 8 സീറ്റ് G4. ഈ ഒരു വാഹനം നമുക്ക്
10 ലക്ഷം രൂപയാണ് NOC പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്പർ ആക്കാൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത തിങ്കളാഴ്ച, അതായത് ഇപ്പൊ ഇന്ന് ഒരു 2 ദിവസം കൂടി ഇത് നമ്പർ ആവും. നമ്പർ ആയി കഴിഞ്ഞാൽ 11.5 ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും. നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ്. നമ്പർ ആയിട്ട് 11.5 ലക്ഷം രൂപക്ക് കൊടുക്കാം. അതും പ്രൈവറ്റ് വണ്ടി, പക്ക പ്രൈവറ്റ് വണ്ടി ഇടതൊക്കെ അതും അവിടെ തന്നെ ഫാൻസി നമ്പറാണ്. 2016 8 സീറ്റ് വരുന്ന ടാക്സിയിലൊക്കെ എടുക്കുന്ന ആളുകൾക്ക് വളരെ സുഖമാണ്. പ്രൈവറ്റ് വണ്ടി അവിടെയും പ്രൈവറ്റ് ആണ്, ഇവിടെയും പ്രൈവറ്റിക്കാണ് നമ്പർ ആക്കിയിട്ടുള്ളത്. ഇതിന്റെ RC കാര്യങ്ങളൊക്കെ 71ക്ക് ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് 11.5 ലക്ഷം രൂപ കൊടുക്കാം. നമ്പർ ആയി കഴിഞ്ഞാലും ഇല്ലെങ്കിലൊക്കെ ഈ വണ്ടിക്ക് 15 ലക്ഷം വരെ ലോൺ ചെയ്യാം. അപ്പൊ 3 ലക്ഷം രൂപ ക്യാഷ് ബാക്കും കൊടുക്കാം. അത്രയും നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടി അല്ലേ? അപ്പോൾ അടുത്ത തവണ നമുക്ക് വീണ്ടും ഒരു കിടിലം വൈറ്റ് ആണ്. ഇതെങ്ങനെയായിരുന്നു? ഇത് 18 രജിസ്റ്റർ വരുന്ന വണ്ടി, 17 മാനുഫാക്ചർ, 18 രജിസ്റ്റർ വണ്ടി, 10,50,000 രൂപ കൊടുക്കുക. 10,50 ടൈപ്പ് 2 ആണ് വരുന്നത്. ടൈപ്പ് 2 ആണ് വരുന്നത്. 2018 2-ാം മാസം 7-ാം തീയതിയാണ് രജിസ്ട്രേഷന്. ഇതിനും റീപ്ലേസ്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. 2,02,500 ലക്ഷം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. വിത്ത് കമ്പനി ഹിസ്റ്ററിയുടെ PDF നമ്മുടെ കയ്യിലുണ്ട്. റീപ്ലേസ്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. ഈ ഒരു വാഹനം നമുക്ക് 10.5 ലക്ഷം രൂപ കൊടുക്കുക. 10.5 ലക്ഷം രൂപ. 18 രജിസ്റ്ററുള്ള ഇന്നോവ ക്രിസ്റ്റ സിംഗിൾ ഓണർഷിപ്പ് ആട്ടതൊക്കെ ഇപ്പൊ ഈ കാണിച്ച വാഹനങ്ങൾ 90% സിംഗിൾ ഓണർഷിപ്പ് വാഹനങ്ങളാണ്. നിങ്ങൾ നേരിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ തന്നെ പർച്ചേസ് ചെയ്തിട്ട്, കാരണം കഴിഞ്ഞ പോക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വണ്ടികൾ പർച്ചേസ് ചെയ്തത് ഇന്നോവയും ക്രിസ്റ്റയാണ്. ഫോർച്യൂണർ ആകെ എണ്ണം കിട്ടിയിട്ടുള്ളൂ. ലെജൻഡർ 1 കിട്ടിയിട്ടുണ്ട്. അതായത് അൾട്രേഷൻ ചെയ്ത് ലെജൻഡർ അവിടുന്ന് കയറ്റിയിട്ടുള്ളൂ. കാരണം ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ലോൺ ക്ലോസ് ചെയ്യാനുള്ള സമയം നമ്മൾ ലോൺ ക്ലോസ് ചെയ്ത് NOC കിട്ടിയിട്ട് അവിടുന്ന് വാഹനം വാങ്ങി പോരാൻ പറ്റുള്ളൂ. കസ്റ്റമർ കയ്യിൽ പൈസ കൊടുത്തിട്ട് ലോൺ നിങ്ങൾ ക്ലോസ് ചെയ്തോളൂ പറഞ്ഞാൽ വാഹനം കിട്ടൂല, പൈസയും കിട്ടൂല, ഒന്നും കിട്ടൂല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അവിടെ പോയിട്ട് എടുക്കുന്ന അഗ്രഗണ്യന്മാരൊക്കെ ഉണ്ട്. നമുക്ക് ഒരു വണ്ടിക്ക് വേണ്ടി പോയാൽ നഷ്ടമാണ്. ഫ്ലൈറ്റിന് ഇവിടുന്ന് പോകുക, ഒരു വണ്ടിക്കൊക്കെ നമ്മൾ പോയാൽ നഷ്ടമാണ്. ഒരു പോക്കിലൊക്കെ ഒരു മിനിമം ഒരു 10-25 വണ്ടി എടുക്കുകയാണെങ്കിൽ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാന്ന്. കാരണം ഒരു ഡീലർ അവിടെ പോയി എടുത്തിട്ട് ചെറിയ പ്രോഫിറ്റ് കൊടുത്താലും എന്നാലും ലാഭമാണ് നമ്മളെ ജോലി. അപ്പം നിങ്ങൾക്കൊക്കെ, ഞാനൊക്കെ ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ എനിക്കൊക്കെ ചിലവ് പറഞ്ഞാൽ അത്രയും ചിലവുണ്ടാവും. അത് നിങ്ങൾക്കും ചിലവ് അതേപോലെ തന്നെ ഉണ്ടാവും. പറ്റ ലോക്കൽ പോയി കഴിഞ്ഞാൽ അവിടെ നടക്കൂല. കാരണം ഇവിടുന്ന് തൂങ്ങി പിടിച്ചിട്ടുള്ള ട്രെയിനൊക്കെ കയറി പോയിട്ട് അവിടെ പോയിട്ട് വണ്ടി എടുക്കുക നല്ല, പിന്നെ വണ്ടി എടുക്കാനുള്ള മൂടുണ്ടാവില്ല. അത്രയും അതെ. അപ്പൊ നേരിട്ട് ഇനി അവിടെ നമ്മൾ ഷോറൂം തുടങ്ങുന്നുണ്ട്. കാരണം ഡൽഹി NCR കഴിഞ്ഞിട്ട് നമുക്കൊരു ഏരിയ കിട്ടും. ഷോറൂം ഏകദേശം ഒരു ഏക്കർ സ്ഥലത്ത് വലിയൊരു യാർഡ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. കാരണം ഡൽഹി NCRക്ക് കയറ്റാൻ പറ്റാത്ത വാഹനങ്ങളുണ്ട്. 10 കൊല്ലം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ, അത് ഒരുപാട് നമ്മളവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇന്നോവകൾ 2006, 2007, 2008, 2009 ഇന്നോവ, അതൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. 10-ന് ശേഷമുള്ള വണ്ടികളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിലിപ്പോൾ കണ്ടെയ്നറിൽ 2 കണ്ടെയ്നർ ഫുള്ളായിട്ട് ബാംഗ്ലൂർ എത്തുന്നുണ്ട്. ഇനി ഒരു ഇത് സ്റ്റെപ്പായിട്ട് നമുക്ക് കൂടുതൽ കളക്ഷൻ കയറ്റണം. അപ്പൊ ഇൻഷാല്ലാ നിങ്ങളൊക്കെ കട്ട സപ്പോർട്ട്. ഇത്രയും കാലം 10 കൊല്ലം നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ റിയാസ് ഭായിക്ക് അറിയാം. അതേപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും ഒരു വലിയ സെറ്റപ്പിലോട്ട് എത്തിയ. എന്തെങ്കിലും സെറ്റപ്പിലോട്ട് എത്തിക്കണമെങ്കിൽ അത് നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. വീണ്ടും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത് വീണ്ടും നമ്മളൊരു മുന്തിരി കളറാണ് ഗുജറാത്ത് വണ്ടി. അപ്പൊ എല്ലാ സംസ്ഥാനത്തും വണ്ടി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 8 സംസ്ഥാനങ്ങൾ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഗുജറാത്ത് വണ്ടി, രാജസ്ഥാൻ വണ്ടി, ഹരിയാന വണ്ടി, ഉത്തരാഖണ്ഡ്, എല്ലാ വാഹനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. 2017 വി വണ്ടി, വി ഓപ്ഷൻ ആണ്. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഓട്ടോമാറ്റിക് ഉണ്ട്, 2.8 ഉണ്ട്, 4 ഉണ്ട്, കളറുകളുണ്ട്, എല്ലാ വന്നാ മതി അല്ലേ? വന്നാ മതി. നമുക്ക് ഇന്ന് ഷോറൂമിൽ പോയാൽ ഇത്രയും കളക്ഷൻസും കാര്യങ്ങളും കിട്ടൂല. കാരണം 2.8 ഒക്കെ കമ്പനി നിർത്തി. ഇനി കൊല്ലം കൂടി കഴിഞ്ഞാൽ ക്രിസ്റ്റനെ നിർത്തി. ഐക്രോസ് മാത്രമേ നമുക്ക് ഐക്രോസ് ഇറക്കൽ തുടങ്ങണം. ഐക്രോസ് ഇറക്കും. പക്ഷേ ഐക്രോസ് ഇറക്കിയത്തോളം നമ്മുടെ കയ്യിൽ പാളിയിട്ടുള്ളൂ. കാരണം 3.5 ലക്ഷം രൂപ ടാക്സ് അടക്കുന്ന എഴുതിയിട്ട് നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കൊടുന്ന് ഇവിടുത്തെ ഇൻവോയ്സ് വെച്ച് നോക്കിയപ്പോൾ 5,20,000 രൂപ ടാക്സ് അടക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളെ പ്രതീക്ഷകളൊക്കെ താളം തെറ്റി. വിഷയമല്ല, നമ്മളെ ഉപയോഗിച്ചൊരു 6 മാസം ഉപയോഗിച്ചപ്പോൾ സമാധാനമായി, എന്നിട്ട് വിറ്റു. അതാ പൈസ പോകുമ്പോൾ നമുക്ക് അതിന്റെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടണം. കമ്പനി വാറണ്ടി ഉള്ള 23 വണ്ടികളായിരുന്നു. ഇനി സമയം വൈകും, അത് നമ്മൾ നീട്ടില്ല. 2017 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ്, ഗുജറാത്ത് രജിസ്ട്രേഷൻ വാഹനമാണ്. 2 lakh കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്.
ഹിസ്റ്ററി ഷോറൂം ഹിസ്റ്ററി ഉണ്ട്, പ്രൈവറ്റ് വണ്ടിയാണ്, മുന്തിരി കളറാണ്, ടൈപ്പ് 3 കൺവേർഷൻ ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് റീപ്ലേസ് ഇല്ല, ചെറിയൊരു ക്രാക്ക് ഉണ്ട്, അത് നമ്മൾ മാറ്റിയിട്ട് കൊടുക്കും, ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് മാറ്റാതെ വെച്ചാണ് കേട്ടോ. പ്രൈസ് പറഞ്ഞത് 12,90,000 രൂപ. 12,90,000. NOC അല്ലേ? അടുത്ത തവണ വീണ്ടും നമുക്ക് ബ്ലാക്കിലാണ് നമ്മൾ തുടങ്ങിയത്. അതെ, ബ്ലാക്കിൽ ഇനി അവസാനിപ്പിക്കുകയാണ് നമ്മൾ. 2-3 വണ്ടി കൂടി ഉണ്ട്. ഇത് 2.8 ഓട്ടോമാറ്റിക്, 14,500,000 രൂപ ചോദിക്കുന്നത്. മാന്യമായിട്ട് കുറച്ചെടുക്കുക. എൻ്റെ പേരിലോട്ട് NOC അടിച്ചിട്ടുണ്ട്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1.40 ഓടിയിട്ടുള്ള സർവീസ് ഹിസ്റ്ററി കമ്പനിയിലുണ്ട്. UP 32 ലക്നൗ RT ഓഫീസിലുള്ള വണ്ടിയാണ്. ലക്നൗ RT ഓഫീസിൽ നിന്ന് വാഹനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വണ്ടി ആദ്യം ഓണർ ഹാജരാവണം. ഓണർ ഹാജരായി ഫേസ് ചെയ്ത് ഒപ്പിട്ട് സീൽ ചെയ്തതിന് ശേഷം പിന്നെ വണ്ടി സബ്മിറ്റ് ചെയ്താലേ NOC കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടുന്ന് NOC എടുത്ത് നമ്മളെ പേരിലോട്ട് NOC എടുത്ത് പോകുന്നത്. എല്ലായിടത്തും ഇങ്ങനെ നടക്കും, ചിലയിടത്ത് വണ്ടിയില്ല. അപ്പൊ ലക്നൗ എന്നൊക്കെ എടുക്കണ പോലെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളി, കാരണം ഇതൊരു ഇൻഫർമേഷനും കൂടിയാണ്. നമുക്ക് റേറ്റ് പറഞ്ഞത് 14,500,000 രൂപ ആസ്കിങ് വിത്ത് NOC. നിങ്ങൾ നമ്പർ ആക്കിയിട്ടാണെങ്കിൽ 2,00,000 രൂപ നമ്പർ ആക്കാനും വരും. ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല ഹൈ ക്വാളിറ്റി ബ്ലാക്ക് കളർ ഇന്നോവ ക്രിസ്റ്റ ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യും. അവിടെ ബ്ലാക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും അത്രയും പ്രീമിയം കസ്റ്റമർ എടുക്കുന്നുണ്ടോ? ഇതൊക്കെ ഈ ബുക്കിംഗ് ഒന്ന് വെയിറ്റിംഗ് വരുന്ന വണ്ടികളാണ്. 8 മാസം ബുക്ക് ചെയ്ത് 16 ബുക്ക് ചെയ്ത് 17 7 മാസം 5 മാസത്തിന് വണ്ടി കിട്ടിക്കുന്നത്. അപ്പൊ ആ ഒരു 17 രജിസ്റ്റർ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്, വിത്ത് 4 പുത്തൻ ടയറും കാര്യങ്ങളൊക്കെ വന്ന് വണ്ടിയിലുള്ള വണ്ടി. വീണ്ടും നമുക്ക് വൈറ്റ് തന്നെയാണ്. ഇതിപ്പോ വന്നിട്ടുള്ളൂ കേട്ടോ. അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ കേരള രജിസ്ട്രേഷൻ വാഹനമാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ കൂടുതൽ ചെറിയ ബഡ്ജറ്റിൽ 7 സീറ്റർ ഒരു കുട്ടി ഇന്നോവ ക്രിസ്റ്റ ഒക്കെ വേണമെന്നുള്ളവർക്ക് അതിലേറെ ഫീച്ചേഴ്സും മൈലേജും ഇല്ല. 17 എന്തായാലും മൈലേജ് കിട്ടൂല. 17 ഒന്നല്ല, അതിന്റെ മുകളിൽ മൈലേജ് ഉണ്ട്. അതിന്റെ മുകളിൽ കിട്ടൂല. അപ്പൊ 2 മരാസോകളുണ്ട്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? 2018 2018. ഇത് 8,50,000 രൂപ, ഇത് 7,00,000 രൂപ. രണ്ടും 18-19 രജിസ്റ്ററുള്ള വണ്ടിയാണ്. ഇത് ലോ കിലോമീറ്റർ ആണ്. 70 സംതിങ് 80 സംതിങ് ഓടിയിട്ടുള്ളൂ. ഇത് 1 സംതിങ് ഓടിയിട്ടുണ്ട്. ഫുള്ള് കമ്പനി സർവീസുള്ള രണ്ടും M8 വാഹനമാണ്. ഇതിന്റെ ഒരു പവറിന്റെ ചെറിയ കംപ്ലൈന്റ് ആയിട്ടൊന്ന് സർവീസ് ചെയ്യാൻ കൊടുത്തേക്കുന്നതാണ്. ഈ റെഡ് കളർ വണ്ടിയുടെ ഇതെല്ലാം ഈ ബ്ലൂ കളർ വണ്ടി പറഞ്ഞാൽ പക്ക ക്വാളിറ്റി ഉള്ള വാഹനമാണ്. നമ്മള് വിത്ത് ഫാൻസി നമ്പർ എല്ലാം വരുന്ന വണ്ടിയാണ്. അതെ അതെ. ഓക്കെ, മറ്റേ കോട്ടയം വണ്ടിയാണ്. അതും നല്ല ഫാൻസി നമ്പറാണ്. എല്ലാം ഫാൻസി നമ്പർ വണ്ടികളാണ്. രണ്ടും ക്വാളിറ്റി ഉള്ള M8 വരുന്ന വാഹനമാണ്. M2 M4 M6 M6 ഓപ്ഷൻ M8 വരുന്ന ഏറ്റവും ടോപ്പ് ആണ്. അലോയ്സിനടക്കം നമുക്ക് M6നേക്കാൾ മാറ്റം ഉണ്ടാവും. അത് ഡയമണ്ട് കട്ട് വീലും കാര്യങ്ങളൊക്കെ വരും. 17 സൈസ് ടയറും വീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാഹനം. 2 വണ്ടിയിലും റീപ്ലേസ് ഇല്ല. 2 വണ്ടിയും ഷോറൂം സർവീസ് മാത്രം പോയിട്ടുള്ള വാഹനമാണ്. ഈ 2 വണ്ടിയിലും നമുക്ക് മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ ഹൈലൈറ്റ് 7 സീറ്ററിലാണ് ക്രിസ്റ്റകളൊക്കെ. നമുക്ക് ഈ 2 വാഹനം മറാസോ കമ്പനി ഇറക്കിയതിന്റെ ക്രിസ്റ്റയെ വെല്ലുവിളിച്ചുകൊണ്ടാണല്ലേ? ക്രിസ്റ്റ ഒരിക്കലും കോമ്പറ്റീഷൻ ആവില്ല. വണ്ടിക്ക് അന്ന് ഇറങ്ങുമ്പോ 17,00,000 രൂപ. അതിലാറ് ഫീച്ചേഴ്സ് ഉണ്ട്, മൈലേജും ഉണ്ട്. ഒരു ഇടത്തരം ഫാമിലിനെ സംബന്ധിച്ച് ഓപ്ഷൻ അതിന്റെ ഇന്റീരിയർ ഒക്കെ നല്ല. പിന്നെ നമുക്ക് ടവേര എൻജോയ് ഒക്കെ പോയപ്പോ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും ശരിക്കും ഈ ഒരു വണ്ടികളെ ഉള്ളൂ എന്ന് പറയാം അല്ലെ? മറാസൊക്കെ മിനിമം ഞാനൊരു 10-25 വണ്ടികൾ മിനിമം വിറ്റിട്ടുണ്ടാവും. ഈ സമയത്താണ് ഒന്നുകൂടി ക്ലിക്ക് ആനും. കാരണം ഇപ്പൊ ടയോട്ട ഇപ്പൊ മഹീന്ദ്ര എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും പീക്ക് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വണ്ടികൾ വിൽക്കുന്ന വണ്ടികളുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ മഹേന്ദ്ര ഉണ്ടാവും. 1ാം സ്ഥാനത്ത് ടാറ്റ ആണെങ്കിൽ 2ാം സ്ഥാനത്ത് മഹേന്ദ്ര ഉണ്ടാവും. അത്രയും കാറ്റഗറി മാറി ഇപ്പോ. അപ്പൊ എന്താ വെച്ചാൽ ആളുകൾ അത്രയും മഹേന്ദ്ര വണ്ടി എടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. കാരണം 7 സീറ്റിൽ വേറെ വണ്ടികൾ കുറവാണ്. കാരണം മാരുതിക്ക് ഡീസൽ വണ്ടി ബുക്കിംഗ് ആണ്. ഡീസൽ വണ്ടി ഇല്ല മാരുതിക്ക്. ഡീസൽ വണ്ടി ഇറക്കുന്നത് ഇപ്പോ ഇത് മാത്രമേ ഉള്ളൂ. 7 സീറ്റർ ഇറക്കുന്ന ഡീസൽ വണ്ടികളൊക്കെ ഇപ്പോ ആ ഒരു കാറ്റഗറിയിൽ വേറെ ഇല്ല. അപ്പൊ നമുക്ക് 7 സീറ്റർ ഇല്ലല്ലോ. 7 സീറ്റർ അടുത്ത എപ്പിസോഡിൽ ഫോർച്യൂണറുകൾ മാത്രം കാണിക്കാം. ഇന്നോവകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണിക്കാം. അപ്പൊ നമ്മൾ RB മോട്ടോഴ്സിലേനു. അപ്പൊ വലിയ നാളിനൊക്കെ വേണ്ടിയിട്ട് നമ്മള് അത്യാവശ്യം നല്ല കളക്ഷൻസ് തന്നെ എത്തിയിട്ടുണ്ട്. 100-ൽ പരം വാഹനങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ തരം കസ്റ്റമേഴ്സിനും നമുക്കൊരു പ്രീമിയം കസ്റ്റമർ എന്നല്ല സാധാരണക്കാരനും ഇന്നോവ കൊടുത്ത് കൊണ്ടുപോകാം. അതേപോലെ നിങ്ങൾക്ക് EMI അടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ക്രിസ്റ്റനെ കൊണ്ടുപോകാം. അത് ഫുൾ ലോണിലും ക്യാഷ് ബാക്കിലൊക്കെ ഉണ്ട്. പുതിയൊരു സംവിധാനം നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വണ്ടി എടുക്കുക, 2-3 അല്ലെങ്കിൽ 1 കൊല്ലത്തേക്കുള്ള EMI നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. എന്നിട്ട് കറക്റ്റ് നമ്മളെ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്
ആ ഒരു മൂവിങ് ആവുമ്പോൾ നമുക്ക് വണ്ടി ആ സ്റ്റാൻഡേർഡിൽ കൊണ്ടെടുക്കും ചെയ്യാം. ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരാളെ മുന്നിൽ കൈ നീട്ടണ്ട. അപ്പൊ നമ്മൾ നേരത്തെ ഒരു കസ്റ്റമർ പറഞ്ഞ കാര്യമാണ്, ഞാൻ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു 50 ഉറുപ്പ്യ തരുമോ അല്ലെങ്കിൽ ഒരു 1 ലക്ഷം രൂപ തരുമോ ഒരാളോട് ചോദിക്കണ്ട. പിന്നെ ഇത് ചോദിച്ച് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരാളും ആ ഗമയാണ്, എന്ത് ഇത്ര വലിയ വണ്ടി എടുത്തല്ലോ, പിന്നെ ആരും നമുക്ക് പൈസ തരില്ല. ആ ഒരു സമയം നമുക്ക് കറക്റ്റ് മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന സംഗതിയാണ്. ഈ എന്തെങ്കിലും ചെറിയ അൾട്രേഷൻ ഒക്കെ വരുത്തണമെങ്കിൽ അതിനുള്ള പൈസ ഉണ്ടാവും. ഒരു വണ്ടി നമ്മൾ ഷോറൂമിൽ നിന്ന് നടക്കുകയാണെങ്കിൽ ഒരു 50,000 രൂപന്റെ മിനിമം നമ്മൾ സർവീസ് ആക്സറീസ് ചെയ്യും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. അതാരും ചിന്തിക്കണില്ല. ഫസ്റ്റ് വണ്ടി എടുക്കുന്ന എമൗണ്ട് ഒക്കെ നമ്മൾ പറയും, അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവസാനം നമ്മൾ ആക്സറീന്റെ ബില്ല് തരിക. അത് നമ്മൾ 1-2 ലക്ഷം റുപ്യ നമ്മൾ അടക്കും. ആ സമയത്ത് കാഴ്ചപ്പാട് നമ്മൾ കൂട്ടുകാരന്മാരൊക്കെ വണ്ടി എടുക്കുമ്പോൾ മിനിമം ഒരു 70-60 രൂപന്റെ സർവീസിന്റെ ഷോറൂമിൽ കൊടുത്തിട്ടേ പോരുന്നേ. അപ്പൊ സംഗതി അതൊക്കെ നമ്മൾ ആലോചിക്കണേ, നമുക്ക് ചെറിയ അൾട്രേഷൻ ഒക്കെ ഉള്ള എമൗണ്ട് അതിലും താഴെയായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. അപ്പൊ നമ്മളെ നമ്പറൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സ് ഒക്കെ വാഹനം എടുക്കാതെ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെരുന്നാളിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ക്യാഷ് ബാക്കിലും ഫുൾ ഓണിലൊക്കെ ഒത്തിരി 7 സീറ്ററുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അതേപോലെ ഓൾട്ടോ മുതൽ നമുക്ക് അങ്ങ് വലിയ വാഹനങ്ങൾ വരെ നമുക്ക് ഒരൊറ്റ കുടക്കീലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നൊരു വീണ്ടും കാണാം. റിയാസ് സമീർക്ക സൈനിങ് ഓഫ്.